Hello everyone, welcome back to my channel NCERT Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 8 ഇംഗ്ലീഷ് ചാപ്റ്റർ 4 ബിപിൻ ചൗധരീസ് ലാപ്സ് ഓഫ് മെമ്മറി പാർട്ട് 3. We have already discussed part 1 and part 2. Check the description box for the link. Okay, so here is the part 3. After lunch time, Bipin Babu realized that he couldn't possibly carry on sitting on his desk and working. This had never happened in the 25 years he had been with the firm. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബിപിൻ ബാബുവിന് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയും 25 വർഷത്തെ കാലഘട്ടത്തിനിടയ്ക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഹി ഹാഡ് എ റെപ്യൂട്ടേഷൻ ഫോർ ബീങ് എ ടയർലെസ് കോൺഷ്യൻഷ്യസ് വർക്കർ, ബട്ട് ടുഡേ ഹിസ് ഹെഡ് വാസ് ഇൻ എ വേൾഡ്. അല്ലേ, ഇത്രയും കാലം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. ഹി വാസ് ടയർലെസ്, അല്ലേ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കോൺസൈൻഷ്യസ് വർക്ക് എന്ന് പറയുമ്പോൾ കെയർഫുൾ ആൻഡ് കറക്റ്റ്, അത്രയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്ക്ച്വലായിട്ടുള്ള ഒരാളായിരുന്നു. അത്രയ്ക്ക് കറക്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ. പക്ഷേ ഇന്നെന്താണ്, ഹിസ് ഹെഡ് വാസ് ഇൻ എ വേൾഡ് മീൻസ് ഹി വാസ് സോ കൺഫ്യൂസ്ഡ് ആൻഡ് അണേബിൾ ടു തിങ്ക് ക്ലിയർലി. അല്ലേ, അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, കാരണം അദ്ദേഹം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. Back home at 2:30, Bipin Babu lay down in the bed and tried to gather his wits together. He knew that it was possible to lose one's memory through an injury in the head, but he didn't know a single instant of someone remembering everything except one particular incident, and fairly recent and significant one at that. അല്ലേ, അതായത് 2:30 വീട്ടിലെത്തി. അപ്പോൾ ബിപിൻ ബാബു ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ, അല്ലേ, ഹി ഗ്യാദർ ഹിറ്റ്സ് വിസ് ടുഗെദർ മീൻസ് ഹി ഈസ് മേക്കിംഗ് ആൻ എഫേർട്ട് ടു ബിക്കം കാം ആൻഡ് തിങ്ക് ക്ലിയർലി. അപ്പോൾ ഒന്ന് കൂളായിട്ടൊന്ന് കറക്റ്റ് ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മനസ്സിലായി, എല്ലാവരുടെയും മെമ്മറിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറിയൊക്കെ പറ്റിയാൽ മെമ്മറി നഷ്ടമാക്കും. പക്ഷേ എങ്ങനെയാണ് ഒരു സിംഗിൾ ഇൻസ്റ്റൻറ്റ് ഓഫ് മെമ്മറി മാത്രം പെട്ടെന്ന് പോകുന്നത്, അതും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ പറ്റി ഒരാൾ അതിനെപ്പറ്റി കറക്റ്റ് റിമെമ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റിനെ പറ്റി. അപ്പോൾ എപ്പോഴും റാഞ്ചിയിലേക്ക് പോകണമെന്നായിരുന്നു ബിപിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം അവിടെ പോയി ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അട്ടർലി ഇമ്പോസിബിൾ. അല്ലേ, at 7:30, Bipin Babu's servant came and announced, Chunni Babu says it's very important. അപ്പോൾ 7:30 ബിപിൻ ബാബുവിൻ്റെ സെർവൻറ്റ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചുന്നി ബാബു വന്നിട്ടുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ബിപിൻ ബാബു ന്യൂ ദാറ്റ് ചുന്നി ഹാഡ് കം ഫോർ ആൻഡ് ചുന്നിലാൽ ഹാഡ് ബീൻ to school with him. He had having a rough time lately and had been coming to see him about the job. Bipin Babu knew that it was impossible to do anything for him. It was not possible to do anything for him, and in fact told him so. But Chunni kept churning up a bad penny. അപ്പോൾ ബിപിൻ ബാബുവിന് ചുന്നിയെ അറിയാം, ചുന്നി എന്തിനാണ് വന്നതെന്ന് അറിയാം. അപ്പോൾ ചുന്നിലാൽ അദ്ദേഹത്തിൻ്റെ സ്കൂളിലുണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ആ ചുന്നിലാലിന് ഈ സമയത്ത് റഫ് ടൈമായിരുന്നു. അല്ലേ, അതായത് ജോബൊന്നും ഇല്ലാതെ പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തിനാണ് വന്നത്, ജോബ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ചുന്നിലാൽ നമ്മുടെ ബിപിൻ ബാബുവിനെ കാണാൻ വേണ്ടി വന്നത്. ബിപിൻ ബാബുവിന് ഒരു കാര്യം അറിയാം, അതായത് ചുന്നി ബാബുവിന് വേണ്ടി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ചുന്നി ബാബു എന്ത് ചെയ്യുക, ഇതിങ്ങനെ അത് ബാഡ് പെന്നി എന്ന് പറയുമ്പോൾ ടേണിങ് അപ്പിലേക്ക് ബാഡ് പെന്നി എന്ന് പറയുമ്പോൾ കിട്ടാത്ത കാര്യം ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ വരുന്ന രീതിയിലാണ് അത് സംസാരിക്കുന്നത് കേട്ടോ. സോ ബിപിൻ ബാബു സെൻറ്റ് വേർഡ് ദാറ്റ് not only was it not possible for him to see Chunni now, but in several weeks. അല്ലേ, ഇപ്പം മാത്രമല്ല കുറേ ആഴ്ചക്ക് ചുന്നീനെ എനിക്ക് കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ സെർവൻറ്റിനോട് പറഞ്ഞു. But as soon as the servant stepped out of the room, it struck to Bipin Babu that Chunni might remember something about 58 trip. There was no harm in asking him. അല്ലേ, അപ്പോൾ സെർവൻറ്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ബിപിൻ ബാബുവിന് ഇങ്ങനെ ഓർമ്മ വന്നു, അതായത് ചുന്നിക്ക് ചിലപ്പം 58 ട്രിപ്പിൻ്റെ ഇൻസിഡൻറ്റിനെ പറ്റി അറിയുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല ചുന്നിനോട് ചോദിക്കുമ്പോൾ. Bipin Babu hurried down the stairs into the living room. Chunni was about to leave, but seeing Bipin Babu appear, he turned round hopefully. അപ്പോൾ ബിപിൻ ബാബു എന്ത് ചെയ്തു, താഴേക്ക് ഓടിപ്പോയിട്ട് ലിവിങ് റൂമിലെത്തി. അപ്പോൾ ചുന്നി ഇങ്ങനെ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ബിപിൻ ബാബു അപ്പോൾ ചുന്നീനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കി. ബിപിൻ ബാബു ഡിഡിൻ ബീറ്റ് അബൌട്ട് ദ ബുഷ്. അല്ലേ, ബിപിൻ ബാബു ഇങ്ങനെ
ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുമ്പോൾ കം സ്ട്രേറ്റ് ദ പോയിന്റ് എന്നർത്ഥ, അതായത് വെറുതെ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ നേരെ പോയിന്റിലേക്ക് വന്നു. ലിസൺ ചുന്നി, ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ്. യു ഹാവ് എ ഗുഡ് മെമ്മറി. യു ഹാവ് സീൻ മീ seeing me off and for a long time. Just drew your mind back and tell me, did I go to Ranchi in 58? അപ്പോൾ ചുന്നി ഇത് നോക്കൂ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന്, നിങ്ങളുടെ മൈൻഡൊന്ന് 58ലേക്ക് പോയിട്ട് പറ, ഞാൻ റാഞ്ചിയിലേക്ക് ആ സമയത്ത് പോയിട്ടുണ്ടോ അല്ലേ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ചുന്നി സെറ്റ് 58. It must have been 58 or it was 59. You are sure that I did not go to Ranchi? എനിക്ക് ഉറപ്പാണ് റാഞ്ചിയിലേക്ക് പോയിട്ടില്ല എന്ന്. Chunni's look of amazement was not unmixed with worry. Do you mean you have doubts about having gone at all? അല്ലേ, അതായത് ചുന്നിക്ക് ആകെ അമേസ്ഡായി അല്ലേ, ഒരു ടെൻഷനും വറിയും അതുപോലെ അമേസ്മെൻറ്റും കൂടെ കൂട്ടിച്ചേർന്ന എക്സ്പ്രഷനാണ് ചുന്നിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അപ്പോൾ ഇതിനെപ്പറ്റി ഡൗട്ട് ഇത്രയും എന്താണ് രീതിയിൽ ചുന്നി ഞാൻ വിചാരിക്കുകയാണ്. ഡിഡ് ഐ ഗോ, ഡു യു റിമെമ്പർ ക്ലിയർലി? ഞാൻ പോയിട്ടുണ്ട്, നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? അപ്പോൾ ചുന്നി സാറ്റ് ഓൺ ദ സോഫ, ഫിക്സ്ഡ് ബിപിൻ ബാബു വിത്ത് എ ലോങ് ഹാർഡ് സ്റ്റെയർ ആൻഡ് സെഡ്, ബിപിൻ, you have you taken drugs or something? As far as I know, you had a clean record where such things were concerned. I know that all friendship don't mean much to you, but at least you have a good memory. You can't really mean that you have forgotten about the Ranchi trip. അപ്പോൾ ചുന്നി സോഫയിൽ നിന്നിട്ട് ബിപിനോട് ഇങ്ങനെ സ്റ്റെയർ ചെയ്തിട്ട് നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ വല്ല ഡ്രഗ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് അത്ര വലിയ വാല്യൂ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ഗുഡ് മെമ്മറി ഉണ്ട്. നിങ്ങൾ ശരിക്കും റാഞ്ചി ട്രിപ്പിനെ പറ്റി ശരിക്കും മറന്നതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അല്ലേ. ബിപിൻ ബാബു ഹാഡ് ടു റൺ അവേ ഫ്രം ചുന്നീസ് ഇൻക്രെഡിബിൾ സ്റ്റെയർ. ഡു യു റിമെമ്പർ വാട്ട് വാസ് മൈ ജോബ് വാസ്? ആസ്ക്ഡ് ചുന്നിലാൽ. അപ്പോൾ ബിപിൻ ബാബുവിന് ഈ ഒരു നമ്മുടെ ചുന്നിലാലിൻ്റെ സ്റ്റെയറിൽ നിന്ന് എങ്ങനെ നോട്ടത്തിൽ നിന്ന് വേഗം രക്ഷപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ ലാസ്റ്റ് ജോബ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചുന്നിലാൽ ചോദിക്കുകയാണ്. Of course, you worked in a travel agency. You remember that? You don't remember that it was who I fixed up the railway booking for Ranchi. I went to the station to see you off. One of the fans in your compartment was not working. I got an electrician to fix it. Have you forgotten everything? Whatever is the matter with you, you don't look too well. You know. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ട്രാവൽ ഏജൻസിയിൽ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാനാണ് നിങ്ങൾക്ക് റാഞ്ചിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സ്റ്റേഷനിൽ നിന്നെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഫാൻ വർക്കിംഗ് ആയിരുന്നില്ല. ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇതിനെപ്പറ്റി നീ മറന്നുപോയോ? നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ ഇതിനെപ്പറ്റി നീ നീ അത്ര സുഖമുള്ളതല്ലേ? യു ഡോണ്ട് ലുക്ക് ടു വെൽ അല്ലേ? ബിപിൻ ബാബു signed and shook his head. I have been working too hard, he said at last. That must be the reason. Must see about consulting a specialist. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതുമായിരിക്കും റീസണ്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞു. ഡൗട്ട്ലെസ് ഇറ്റ് വാസ് ബിപിൻസ് കണ്ടീഷൻ വിച്ച് മെയ്ഡ് ചുന്നിലാൽ ലീവ് വിതൗട്ട് മെൻഷനിങ് എനിത്തിങ് അബൌട്ട് എ ജോബ്. അപ്പോൾ ബിപിൻ്റെ ആ കണ്ടീഷൻ കാരണം ചുന്നിലാൽ എന്ത് ചെയ്തു, ജോബിനെ പറ്റി ചോദിക്കാതെ ചുന്നിലാൽ അവിടുന്ന് ലീവ് ചെയ്തു. Paresh Chandra was a young physician with a pair of bright eyes and a sharp nose. He became thoughtful when he heard about Bipin Babu's symptoms. Look, Dr. Chandra, said Bipin Babu desperately, you must cure me from this horrible illness. I can't tell you how it is affecting my work. അപ്പോൾ പരേഷ് ചന്ദ്ര എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2 ബ്രൈറ്റ് ഐസ് ഉണ്ട്, ഒരു ഷാർപ്പ് നോസ് ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ബിപിൻ ബാബുവിൻ്റെ സിംറ്റംസിനൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചന്ദ്രനോട് പറയുകയാണ്, എന്നെ ഈ ഹൊറിബിൾ ഇൽനെസ്സിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷപ്പെടുത്തണം. അത് നിങ്ങൾക്കറിയോ അത് എത്രത്തോളമാണ് എൻ്റെ വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ബിപിൻ ബാബു പറയുകയാണ്. Dr. Chandra shook his head. You know that, Mr. Chowdhury, he said, I had never had to deal with a case such as yours. Frankly, this is quite outside my field of experience, but I have one suggestion. I don't know if it will work, but it's worth a try. It can do no harm. അതായത് ചന്ദ്ര തല അടിച്ചു പറയാണ്, ചൗധരി, ഞാൻ ഇതേപോലത്തെ ഒരു കേസ് എൻ്റെ ഈ ഒരു ഹിസ്റ്ററിയിലേ ഇല്ല.
അതുപോലെ തന്നെ ഫ്രാങ്കായിട്ട് പറയട്ടെ, ഇതെൻ്റെ ഫീൽഡിൻ്റെ എക്സ്പീരിയൻസിന് പുറത്താണ്. എനിക്കൊരു സജഷൻ ഉണ്ട്, എനിക്കറിയില്ല അത് എത്രത്തോളം വർക്ക് ആവുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വർക്ക് അത് നടത്തി നോക്കാം. പക്ഷേ അതിന് പ്രത്യേകിച്ച് ഹാമൊന്നുമില്ല എന്ന് പറയാണ്. Vipin Babu leaned forward anxiously. As far as I can make out, said Dr. Chandra, and I think you are one of the same opinion. You must have been to Ranchi, but due to some unknown reason, the entire episode has slipped out of your mind. What I suggest is that you go to Ranchi once again. അല്ലേ? അപ്പോൾ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്കും സെയിം ഒപ്പീനിയൻ ആണുള്ളത്. കാരണം നിങ്ങൾ റാഞ്ചിയിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു പ്രത്യേക കാരണത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മെമ്മറി എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് സ്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നും കൂടെ റാഞ്ചിയിലേക്ക് പോകാനാണ്. ആര് പറഞ്ഞു? നമ്മുടെ ഡോക്ടർ ചന്ദ്ര പറഞ്ഞു. ദ സൈറ്റ് ഓഫ് ദ പ്ലേസ് മേ റിമൈൻഡ് യു ഓഫ് യർ ട്രിപ്പ്. ദിസ് ഈസ് നോട്ട് പോസിബിൾ മോർ ദാൻ ഐ കനോട്ട് ഡു അറ്റ് ദറ്റ് മൊമെൻറ്റ്. I am prescribing a nerve tonic and a tranquilizer. Sleep is essential or the symptoms will more pronounced. സോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നുകൂടെ റാഞ്ചിയിലേക്ക് പോകാനാണ്. അപ്പോൾ ഈ അവിടുത്തെ സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ മുന്നേ പോയ എക്സ്പീരിയൻസ് ഓർക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതത്ര പോസിബിൾ അല്ല, പക്ഷേ വേറെ ഒന്നും എനിക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു ടോണിക്കും നെർവ് ടോണിക്കും അതുപോലെ തന്നെ ഒരു ട്രാങ്കുലൈസർ, അതായത് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാനുള്ളൊരു മെഡിസിൻ, ട്രാങ്കുലൈസർ എന്നാണ് പറയുക, അതും തരാം. ഉറക്കം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സിംറ്റംസ് ഒന്നും കൂടെ പ്രൊനൗൺസ്ഡ് ആവും, അല്ലെങ്കിൽ സിംറ്റംസ് ഒന്നും കൂടെ കൂടുമെന്ന് പറഞ്ഞു. Vipin Babu felt somewhat better the next morning. After breakfast, he rang up his office, gave some instructions and procured a first-class ticket for Ranchi at the same evening. Vipin Babu അടുത്ത മോർണിംഗ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്തു, കുറച്ച് ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ മീൻസ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് റാഞ്ചിയിലേക്ക് ആ ഈവനിങ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. സോ ദാറ്റ്സ് അബൌട്ട് ഇൻ ദ പാർട്ട് 3. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരിവൺ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പാട്ട് കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ എഴുതുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ റീച്ച് ആവും. താങ്ക് യു എവരിവൺ, താങ്ക് യു സോ മച്ച്.